സ്നേഹമുള്ളവരെ, നോവിൻ്റെ നോമ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത് കുരിശിൻ്റെ വഴിയിലെ ആദ്യത്തെ സ്ഥലമാണ്. ഇവിടെ 3 തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട്, തെറ്റായ ഒരു വിധി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഉച്ചത്തിൽ ആക്രോശിച്ച് അങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കാനായിട്ട് പ്രേരണ നൽകുന്ന പുരോഹിതരും ഫരീസ്യരും സദൂക്യരും പട്ടാളക്കാരും എല്ലാം അടങ്ങുന്ന ഒരു ജനക്കൂട്ടം. രണ്ടാമതായിട്ട്, വളരെ തെറ്റായ ഒരു വിധി പ്രഖ്യാപിക്കുന്ന പീലാത്തോസ് പിന്നീട് കൈ കഴുകി രക്ഷപ്പെടുന്നു. മൂന്നാമതായിട്ട്, തെറ്റായ വിധിയാണ് പ്രഖ്യാപിച്ചതെന്നറിഞ്ഞിട്ടും വളരെ നിശബ്ദനായിട്ട് ആ വിധി സ്വീകരിക്കുന്ന ഈശോ. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? മറ്റുള്ളവരെ തെറ്റായി വിധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പ്രേരണ നൽകുന്നവരാണോ നമ്മൾ? അതോ എപ്പോഴും മറ്റുള്ളവരെ തെറ്റായി വിധിച്ച് പിന്നീട് കൈ കഴുകി രക്ഷപ്പെടുന്നവരാണോ? അതുമല്ലെങ്കിൽ തെറ്റായ വിധികൾ ഉണ്ടാകുമ്പോഴും വളരെ നിശബ്ദതയോടുകൂടെ അതെല്ലാം ഏറ്റെടുക്കുവാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാണോ നമ്മൾ? അവർക്ക് ഒരു അയൽക്കാരെത്തി രാവിലെ തന്നെ ചായ കൊടുക്കുമ്പോൾ അയൽക്കാരുടെ വീട്ടിലേക്ക് ജനലിലൂടെ നോക്കി ഭാര്യ ഭർത്താവിനോട് പരാതി പറഞ്ഞു. അവർക്ക് നന്നായി തുണി അലക്കാൻ അറിയില്ല. നോക്കൂ, തുണി മഞ്ഞച്ചിരിക്കുന്നു. 1 മാസം കടന്നുപോയി. ഈ പരാതിയാകട്ടെ ചായയോടൊപ്പം എല്ലാ ദിവസവും ഭാര്യ പറഞ്ഞുകൊണ്ടിരുന്നു. 1 മാസത്തിന് ശേഷം രാവിലെ ഒരു ദിവസം ചായ കൊടുക്കുമ്പോൾ ഭാര്യ പറഞ്ഞു, നോക്കൂ, അപ്പുറത്തെ വീട്ടിലെ സ്ത്രീ അലക്കാൻ പഠിച്ചു. ഇന്ന് തുണിയെല്ലാം വെളുത്തിരിക്കുന്നു. ഭർത്താവ് ഒരു ചെറു പുഞ്ചിരിയോടെ ഭാര്യയോട് പറഞ്ഞു, ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ നമ്മുടെ ജനലിൻ്റെ ചില്ല് നന്നായി ഒന്ന് തുടച്ചു. പലപ്പോഴും വിധിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. ഈശോ പറയുന്നു, വിധിക്കരുത് ആരെയും, നീയും വിധിക്കപ്പെടുകയില്ല. ഈശോയെ, എത്രയോ തവണ ഞാൻ മറ്റുള്ളവരെ വിധിക്കുവാൻ പ്രേരണ നൽകിയിരിക്കുന്നു. എത്രയോ തവണ മറ്റുള്ളവരെ ഞാൻ തെറ്റായി വിധിച്ച് കൈകൾ കഴുകി രക്ഷപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവർ എത്രയോ തവണ എന്നെയും തെറ്റായി വിധിച്ചിരിക്കുന്നു. നിൻ്റെ കാലടികളെ പിൻചൊല്ലുവാനും നിൻ്റെ മുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുവാനും ഈശോയെ നീ സഹായിക്കണം.